ഞെട്ടിക്കുന്ന രണ്ട് മരണവാർത്തകളാണ് ഇന്നലെ മലയാളികളെ തേടിയെത്തിയത്. അമ്മയുടെ മരണം സംഭവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കളെയും കൂട്ടി ജീവനൊടുക്കുവാൻ പുറപ്പെട്ട വയനാടുകാരനായ ചന്ദ്രശേഖരനും രണ്ട് പെൺമക്കൾക്കും സംഭവിച്ച ദുരന്തത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ടവർ. മക്കൾ രണ്ടുപേരും മരണത്തിനു കീഴടങ്ങിയപ്പോൾ ചന്ദ്രശേഖരൻ അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലിട്ട് തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവർ അനുഭവിച്ചു വന്നിരുന്ന ജീവിത പ്രശ്നങ്ങളാണ് മൂവരെയും ആത്മഹത്യാശ്രമത്തിലേക്കും പിന്നാലെ മരണത്തിലേക്കും തള്ളിവിട്ടത്. വയനാട് സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ 15 വർഷമായി തൃശൂരിലാണ് ചന്ദ്രശേഖരൻ താമസിക്കുന്നത്. ആദ്യം വിവാഹം കഴിച്ചത് മറ്റൊരു സ്ത്രീയെ ആയിരുന്നു. അവരുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് 15 വർഷം മുമ്പ് അജിതയെ വിവാഹം കഴിക്കുന്നത്. ഇതിൽ 2 പെൺമക്കളും ജനിച്ചു. 12 വയസ്സുകാരി ശിവനന്ദനയും 9 വയസ്സുകാരി ദേവനന്ദനയും. ഗുരുവായൂർ പരിസരത്ത് വാടകയ്ക്കായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ചരക്കുലോറി ഡ്രൈവറായിരുന്നു ചന്ദ്രശേഖരൻ. മക്കളെയും ഭാര്യയെയും പൊന്നുപോലെ സ്നേഹിച്ച് പരിപാലിച്ചു വന്നിരുന്ന ഗൃഹനാഥനായിരുന്നു അദ്ദേഹം. എന്നാൽ മാസങ്ങൾക്ക് മുമ്പാണ് അജിതയ്ക്ക് ഗർഭാശയ രോഗം പിടികൂടുന്നത്. തുടർന്ന് ഒട്ടേറെ ചികിത്സകളും നടത്തി. എന്നാൽ പ്രാർത്ഥനകളും ചികിത്സകളുമെല്ലാം വൃഥാവിലാക്കി കഴിഞ്ഞ മാസം 27-ന് അജിത മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതിനുശേഷം ചന്ദ്രശേഖരനും മക്കളും വലിയ വിഷമത്തിലായിരുന്നു. അയൽക്കാരോടും സുഹൃത്തുക്കളോടും ഒന്ന് സംസാരിക്കാതെ മുഴുവൻ സമയവും മക്കൾക്കൊപ്പം ഇരിപ്പായിരുന്നു. അജിതയുടെ മരണം വലിയ ആഘാതമായിരുന്നു മക്കൾക്കും നൽകിയത്. പുത്തനുടുപ്പൊക്കെയിട്ട് സ്കൂളിൽ പോകാൻ കൊതിച്ചിരുന്ന രണ്ടുപേരും അമ്മയുടെ മരണത്തോടെ തകർന്നു പോയിരുന്നു. ഇളയ മകൾ ദേവനന്ദനയ്ക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുട്ടിക്കും ചികിത്സകളെല്ലാം നടത്തി വരികയായിരുന്നു. അതിനൊപ്പം അമ്മ കൂടി ഇല്ലാതായതോടെ ചന്ദ്രശേഖരൻ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. മക്കളുടെ പഠനവും ചികിത്സയുമെല്ലാം ഇനി മുൻപോട്ട് താൻ എങ്ങനെ കൊണ്ടുപോകും എന്നറിയാതെ സങ്കടപ്പെട്ട അവസ്ഥയിലായിരുന്നു ചന്ദ്രശേഖരൻ. കഴിഞ്ഞ 4 മാസമായി ചൂൽപ്പുറം CMC ഹാളിനു സമീപത്തെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഈ മാസം 5-ന് വാടക വീട് ഒഴിയണമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് പുലർച്ചെ ഒരു നീണ്ട യാത്ര പോവുകയാണ് എന്ന് എഴുതി വച്ചിട്ട് മക്കളെയും കൂട്ടി ആ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു ചന്ദ്രശേഖരൻ. തുടർന്ന് അന്വേഷിച്ചപ്പോൾ വയനാട്ടിലെ അമ്പലവയലിലുള്ള ചില ബന്ധുക്കളുടെ അടുത്ത് എത്തുകയും മക്കളുമൊത്ത് അവിടെ കഴിയുകയും ചെയ്തിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. മക്കൾക്ക് സ്കൂൾ തുറക്കും മുമ്പ് എല്ലാവരെയും വന്ന് കണ്ടുപോകാമെന്ന് കരുതി വന്നതാണ് എന്നാണ് ചന്ദ്രശേഖരൻ എല്ലാവരോടും പറഞ്ഞത്. തുടർന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൃശൂരിലേക്ക് മടങ്ങിയെത്തുകയും പടിഞ്ഞാറേ നടയിലെ ലോഡ്ജിൽ മുറിയെടുക്കുകയുമായിരുന്നു. ഇന്നലെയാണ് ചന്ദ്രശേഖരനെ അത്യാസന്ന നിലയിലും മക്കളെ മരിച്ച നിലയിലും കണ്ടെത്തിയത്. മമ്മിയൂർ LFCUP സ്കൂളിൽ 7-ലും 2-ലും പഠിക്കുകയാണ് ശിവനന്ദനയും ദേവനന്ദനയും. കൈഞ്ഞരമ്പ് മുറിച്ച് കുളിമുറിയിൽ കിടക്കുകയായിരുന്ന ചന്ദ്രശേഖരൻ വിഷം കഴിച്ചതായും സംശയമുണ്ട്. അമ്മയില്ലാതെ ജീവിക്കുവാൻ കുട്ടികൾക്ക് ആഗ്രഹമില്ല എന്ന് ഇയാൾ എഴുതിവച്ച കുറിപ്പിൽ ഉള്ളതായി പോലീസ് പറയുന്നു. തിങ്കളാഴ്ച രാത്രി 10:30-യോടെ കുട്ടികളുമൊത്ത് കാറിൽ വന്നാണ് ചന്ദ്രശേഖരൻ ലോഡ്ജിൽ മുറിയെടുത്തത്. ഇന്നലെ രാവിലെ ഇയാളെ പുറത്തു കണ്ടിരുന്നു. ഉച്ചയ്ക്ക് 2-ന് മുറി ഒഴിയാത്തതിനാൽ ലോഡ്ജ് ജീവനക്കാർ വന്ന് തട്ടി വിളിച്ചു. 2:15 ആയിട്ടും തുറക്കാതായപ്പോൾ പോലീസ് എത്തി വാതിൽ തുറന്നപ്പോൾ ശിവനന്ദന കട്ടിൽ കിടക്കുന്ന നിലയിലും ദേവനന്ദന തൂങ്ങി നിൽക്കുന്ന സ്ഥിതിയിലുമായിരുന്നു. ശിവനന്ദന മരിച്ചിരുന്നു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കും മുൻപേ ദേവനന്ദനയും മരിച്ചു. മൃതദേഹങ്ങൾ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.